കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇറാഖുമായി എങ്ങനെയാണോ ഇറാൻ യുദ്ധത്തിൽ ഏർപ്പെട്ടത് അതിനേക്കാൾ ശക്തമായതും സമ്പൂർണമായതുമായ ഒരു യുദ്ധത്തിൻ്റെ പ്രതീതിയിലാണ് ഇപ്പോൾ അമേരിക്ക അടക്കമുള്ള ഇസ്രയേൽ അടക്കമുള്ള വൻ ശക്തികൾക്ക് നേരെ ഇറാൻ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരു യുദ്ധ സാഹചര്യം തന്നെയാണ് തങ്ങൾ കാണുന്നത് എന്നർത്ഥം. യൂറോപ്പ് ഇതിലെങ്ങനെ കടന്നു എന്ന് വെച്ചാൽ UN കൊണ്ട് ഉപരോധം ചെയ്യിപ്പിക്കാൻ വേണ്ടി അവശ്യ വസ്തുക്കളൊന്നും ഇറാനിലേക്ക് കൊണ്ടുവരാതിരിക്കാനും ഇറാൻ്റെ സാധനങ്ങൾ ലോകരാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാതിരിക്കാനും തക്ക രൂപത്തിലുള്ള ഉപരോധത്തിൻ്റെ ഉപദേശം കൊടുക്കുന്നത് യൂറോപ്പിലെ ചില പ്രമുഖ രാജ്യങ്ങളാണ്. അതുകൊണ്ടാണ് യൂറോപ്പിനെതിരെയും തങ്ങൾക്കിങ്ങനെ പോരാടേണ്ടി വരുന്നത് എന്ന കാര്യം കൂടി മസൂദ് പറയുകയാണ്. മാത്രമല്ല, ഇത് സാധാരണ യുദ്ധമല്ല, നാളിതുവരെ കണ്ട യുദ്ധമല്ല, ഈ വർഷം 2025 കണ്ട യുദ്ധമല്ല, 80കളിൽ തങ്ങൾ ഇറാഖുമായി ചെയ്ത യുദ്ധമല്ല, അതിനും അപ്പുറമുള്ള തരത്തിൽ തങ്ങൾ സജ്ജരാണ്. അതുകൊണ്ട് ലോകം നോക്കിയിരുന്നോളൂ എന്നൊരു മുന്നറിയിപ്പ് പോലെ മസൂദ് പറഞ്ഞിരിക്കുകയാണ്. 2 ദിവസം കൊണ്ട് UAE പുതുവർഷ മാസം എത്രയായിരിക്കും പെട്രോൾ ഡീസൽ ചിലവ്, റേറ്റ് എത്ര എന്നത് പ്രഖ്യാപിക്കുമല്ലോ. എല്ലാവരുടെയും പ്രതീക്ഷ ഡിസംബറിനേക്കാൾ കുറഞ്ഞിരിക്കും എന്നുള്ളതാണ്. ജനുവരിയുടെ കാര്യത്തിൽ വരാനിരിക്കുന്നതൊരു പ്രതീക്ഷയെ നീങ്ങുകയാണ്. നമുക്ക് നോക്കാം. അതിന് കാരണം അന്താരാഷ്ട്ര തലത്തിൽ ഡിസംബർ മാസത്തെ എണ്ണവില നവംബർ മാസവുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറവായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ഏതായാലും 30-ാം തീയതിയോ 31-ാം തീയതിയോ കൃത്യമായിട്ടറിയാം ജനുവരിയിൽ എത്രയായിരിക്കും വില കുറവ് എന്നുള്ള കാര്യം. ഡിസംബർ 29 തിങ്കളാഴ്ച ശക്തമായ പൊടിക്കാറ്റിൻ്റെ സാധ്യത UAEയുടെ വിവിധ എമിറേറ്റുകളിൽ ഉണ്ടാകും എന്നാണ് പറയുന്നത്. UAEയുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം NCM സൂചിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ ഓടിക്കുന്നവരൊക്കെ പ്രത്യേക ശ്രദ്ധ, ജാഗ്രത പാലിക്കണം എന്നാണ്. ജനുവരി 1 വരെ ഇങ്ങനെയുള്ളൊരു അസ്ഥിര കാലാവസ്ഥ, പ്രത്യേകിച്ച് പൊടിക്കാറ്റുമായി ബന്ധപ്പെട്ടുള്ള കാലാവസ്ഥ തുടരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 11 മാസം കൊണ്ട് ദുബായിൽ മാത്രം എത്ര പേർ പുതിയതായി വന്നു? 17.5 മില്യണിലധികം ആളുകൾ ദുബായിൽ വന്നിറങ്ങി എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്ന് വെച്ചാൽ 2024 താരതമ്യം ചെയ്യുമ്പോൾ 5% കൂടുതലാണ്. ഇനിയുള്ള നാളുകളിൽ ഈ കണക്ക് വളർന്നു പോവുകയുള്ളൂ, മുന്നോട്ടേ ഉള്ളൂ എന്നെല്ലാവർക്കും അറിയാം. അത്രയ്ക്ക് ലോകത്തിൻ്റെ പ്രതീക്ഷയായി ദുബായ് മാറുന്നു, മൊത്തത്തിൽ UAE മാറുന്നു. അതനുസരിച്ച് നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും സ്ഥാപനങ്ങളും കച്ചവടവും തൊഴിലും ഒക്കെ വലിയ രീതിയിൽ മാറി വരട്ടെ എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിൻ്റെ പുരോഗതി നമ്മുടെ നാടിനും നമ്മുടെ നാട്ടുകാർക്കും അതിൽ പങ്കാളികളാകാൻ പറ്റും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. റിയൽ എസ്റ്റേറ്റിലൊക്കെ ഒരുപാട് ആളുകൾ ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അവരുടെ കണക്ക് തന്നെ പറയുന്നത് ഇപ്പോൾ ഈ മഹാമാരി കാലഘട്ടത്തിൽ 2020, 2021, 2022 ആ കാലഘട്ടത്തിന് ശേഷം ഇപ്പോഴത്തെ വില താരതമ്യം ചെയ്യുമ്പോൾ അന്ന് വാങ്ങിയ ആളുകൾക്ക് 200% വർധന വന്നിരിക്കുന്നു എന്നാണ് ദുബായിലെ റിയൽ എസ്റ്റേറ്റ് മേഖല പറയുന്നത്. വരുന്ന വർഷങ്ങളിൽ അതിനേക്കാൾ ശക്തമായിരിക്കും നിക്ഷേപം എന്ന രൂപത്തിൽ ഇതിൻ്റെ കണക്ക്, ഇതിൻ്റെ മൂല്യം എന്നാണ് പറയപ്പെടുന്നത്, കരുതപ്പെടുന്നത്. ഇങ്ങനെ ആളുകൾ കൂടുതലായിട്ട് വരികയും നിക്ഷേപം നടത്തുകയും ചെയ്യുന്ന കൂട്ടത്തിലും ഒരുപാട് ഇന്ത്യക്കാർ ഡീപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത് പ്രവാസ ലോകത്തിൻ്റെ മൊത്തം വാർത്തയായിട്ട് നമ്മൾ സ്വീകരിക്കണം. ഈ 2025 ഇതുവരെ ഏതാണ്ട് 25,000-ഓളം ഇന്ത്യക്കാർ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഡീപ്പോർട്ട് ചെയ്യപ്പെട്ടു. കയറ്റി അയക്കുകയാണ്. വ്യാജ വിസയുമായിട്ടോ വ്യാജ ജോലി ഓഫറുകളിൽപ്പെട്ട് കുടുങ്ങിയോ അല്ലെങ്കിൽ ഓവർ സ്റ്റേ ആയിട്ടോ ഒക്കെ നിൽക്കുന്ന ആളുകളുടെ കാര്യം, പ്രത്യേകിച്ച് ഇന്ത്യക്കാരുടെ കാര്യമാണ് 24,600. അത് സൗദി അറേബ്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ. 10,000-ലധികം ഇന്ത്യക്കാരെ ഡീപ്പോർട്ട് ചെയ്തു. പിന്നെ അമേരിക്കയാണ്. 4,000-ഓളം ആളുകളെ ഇന്ത്യക്കാരെ 2025 മാത്രം ഡീപ്പോർട്ട് ചെയ്തു. UAEയിലുമുണ്ട് 1,400-ൽ പരം ആളുകളെ ഓവർ സ്റ്റേയുടെ പേരിലും മറ്റും ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന കണക്ക് കൂടി മനസ്സിലാക്കുക. ആ പട്ടികയിൽ വരാതിരിക്കാൻ വേണ്ടി ഓരോരുത്തരും പ്രത്യേക ശ്രദ്ധ വയ്ക്കണം. അവരവരുടെ രേഖകളൊക്കെ കൃത്യമാണോ എന്നുള്ളതൊക്കെ ഉറപ്പുവരുത്തണമെന്ന് ഞങ്ങളും സന്ദർഭവശാൽ ഈ കണക്കുകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട്
നിങ്ങളോട് പറയുകയാണ്. Night updates supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharjah, White House Advocates and Legal Consultants, Tasi Golden Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Gold Star Rent-A-Car, Al Usud Cargo, Areen Group of Companies, Ayurmana Ayurveda and Panchakarma Center.